വി കോട്ടയം 1042 നമ്പർ ജനതാ സർവീസ് സഹകരണ ബാങ്കിന്റെ 98-99 വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മാർച്ച് 28 ശനിയാഴ്ച 2 മണിക്ക് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഇടതുനയ വ്യതിയാനം കൃത്യമായി ബോധ്യപ്പെടുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് NK പ്രേമേന്ദ്രൻ MP. തിരുവല്ലയിൽ RJD, CPI എന്നീ പാർട്ടികളിൽ നിന്നുള്ളവർ RSPയിൽ ചേർന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 15ഓളം പ്രവർത്തകരാണ് RJDയിൽ നിന്നും CPIയിൽ നിന്നും RSPയിൽ ചേർന്നത്. CPI മല്ലപ്പള്ളി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയും കുന്നന്താനം അസിസ്റ്റന്റ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള CPI പ്രവർത്തകരും RSPയിൽ ചേർന്നു. NK പ്രേമേന്ദ്രൻ പതാക നൽകി ഇവരെ RSPയിലേക്ക് സ്വീകരിച്ചു. സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് KS ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. PG പ്രസന്നകുമാർ, തോമസ് ജോസഫ്, അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, KP മധുസൂദനൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവല്ല നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി വർഗീസ് മാമന് സമ്മേളനത്തിൽ സ്വീകരണം നൽകി. വ്യവസായ തർക്ക നിയമവും ട്രേഡ് യൂണിയൻ ആക്ടും അതുപോലെ മിനിമം വേജസ് ആക്ട് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് കൂട്ടായി വിലപേശാനുള്ള തൊഴിലാളികളുടെ അവകാശത്തെ പോലും നിഷേധിക്കുന്ന പുതിയ തൊഴിൽ നിയമ കോഡ് അല്ലെങ്കിൽ തൊഴിൽ കോഡ്, ലേബർ കോഡ് രാജ്യത്ത് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയത് പോലും മതിയായ ചർച്ച പോലും പാർലമെന്റിൽ നടത്താതെ ഏകപക്ഷീയമായി സഭാ നടപടികൾ തടസ്സപ്പെട്ട സമയം നോക്കിയിട്ടാണ് സത്യത്തിൽ ആ ലേബർ കോഡുകൾ അംഗീകരിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ലേബർ കോഡുകൾ തൊഴിലാളി വിരുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്ന കൂട്ടായി വിലപേശാനുള്ള തൊഴിലാളികളുടെ മൗലികമായ അവകാശത്തെ പോലും ഹനിക്കുന്ന ആ തൊഴിൽ നിയമ സംഹിത അഥവാ ലേബർ കോഡുകൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചട്ടങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ കേരളത്തിലെ CPMന്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അപ്പൊ എന്ത് ഇടതുപക്ഷ നയമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് CPMന് കേരളത്തിലുള്ളത് എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതാണ് ഈ ഗവൺമെന്റിന്റെ ഓരോ നയങ്ങളും നിലപാടുകളും പരിശോധിച്ചാൽ അതിസമ്പന്ന ധനിക വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിലെ മുഖ്യധാര ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറി. പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാർ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ തുടങ്ങിയിട്ടുള്ള സാധാരണ ജനവിഭാഗത്തെ വിസ്മരിച്ച ഒരു പാർട്ടിയാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPM, CP അടക്കമുള്ള കക്ഷികൾ. പാർലമെന്ററി അധികാരത്തിനപ്പുറത്ത് അല്ലെങ്കിൽ ഭരണപരമായ അധികാരത്തിനപ്പുറത്ത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലൊന്നും അവർ വിട പറഞ്ഞു കഴിഞ്ഞു. ആ ഇടത് നയവ്യതിയാനം കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്